Ladies and gentlemen, this is Adarsh and welcome to My Ganedi. ഒരു ക്രൈം ത്രില്ലർ സീരീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. 2026 മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സീരീസ് അങ്ങനെയൊന്നുമില്ല. ഒന്നും കാണാനില്ലാത്തപ്പോ ഞാൻ ചുമ്മാ ഇരുന്ന് കണ്ട ഒരു സീരീസ് ആണ്. C5 സ്ട്രീം ചെയ്യുന്നത്. ഇതിന്റെ ട്രെയിലർ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ചിന്താമണി കൊലക്കേസ് വൈബാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു എവളോ ചവറ് പാത്തിരിക്കുക ഇത് പാക്കലാം. സീരീസ് എന്നാണ് ഞാൻ പറഞ്ഞത്, തെറ്റാണ്. സീരിയലിനെ പറയാൻ പാടുള്ളൂ. കാരണം സീരീസ് പറഞ്ഞ സീരീസ് പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതാണ് അവസ്ഥ. മലയാളം സീരിയൽ, തമിഴ് സീരിയൽ, തെലുങ്ക് സീരിയൽ ഇതൊക്കെ ഇരുന്ന് കാണുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആണ് ഡോട്ടർ ഓഫ് പ്രസാദ് റാവു. എനിക്ക് പണ്ടേ ഈ ചവറ് സീരിയലിനോട് വെറുപ്പ് പറഞ്ഞ അറപ്പാണ്. ഇപ്പൊ എവിടെ നോക്കിയാലും എ റേറ്റഡ് പടങ്ങളാണ്, വയലൻസ് ഉള്ള സിനിമകളാണ്. എല്ലാവരും പറയും എ റേറ്റഡ് പടങ്ങൾ കണ്ട് ആൾക്കാർ വഴിതെറ്റണം, എ റേറ്റഡ് പടങ്ങൾ ബാൻ ചെയ്യണം. എന്നാൽ ആദ്യം ബാൻ ചെയ്യേണ്ടത് ഈ സീരിയലാണ്. അപ്പൊ ഈ പണ്ടാരം കണ്ടിട്ടാണ് പകുതി പ്രശ്നങ്ങളും പകുതി വഴിതെറ്റലും. ആൻഡ് ഏറ്റവും കോമഡി ആയിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ ഈ പെട്ടത്തേങ്ങയ്ക്കും അവാർഡൊക്കെ ഉണ്ട്. ഏഷ്യാനെറ്റ് അവാർഡ്, Z5 സി കേരള അവാർഡ്, അയ്യേ ബെസ്റ്റ് ചവർ കോരുന്ന അവാർഡ്, ബെസ്റ്റ് തുണി അലക്കണ അവാർഡ്, ബെസ്റ്റ് പാത്രം കഴുകണ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എല്ലാ സീരിയലും അങ്ങനെയല്ല, നല്ലതും ഉണ്ട്. എന്നാൽ 90% സീരിയൽ എന്താണ്? അവിഹിതം. ഒന്നെങ്കിൽ തന്തപ്പിടിക്ക് 2 പണ്ടാട്ടിമാരുണ്ടാവും, അല്ലെങ്കിൽ തള്ളയ്ക്ക് വന്നിട്ട് 2 കെട്ടിയവന്മാരുണ്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാവുന്ന മക്കൾക്ക് 10 കാമുകന്മാരും ഉണ്ടാവും. ഇതന്നെ എല്ലാ സീരിയലിലും ഉള്ളത്. ആൻഡ് മലയാളത്തിലെ ഓരോ സീരിയലിന്റെ പേര് കേട്ടാൽ തന്നെ കാണാൻ തോന്നില്ല. എന്താണ് മറ്റേ ശവനാറിപ്പൂ, കുടുംബശ്രീ രമണി, ഈ തൊഴിലുറപ്പ് ഫാത്തിമ, അയ്യേ. എന്നാൽ ഈ സീരീസ് ഡോട്ടർ ഓഫ് പ്രസാദ് റാവു ഈ ഒരു കാറ്റഗറി വരുന്ന സാധനം. ഈ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ആദ്യത്തെ 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് രാജാപ്പാട്ട് സെറ്റപ്പ് ആണ്. ഒരു കൊച്ച് കിണറ്റിച്ചാടുന്ന ഒരു സീൻ ഉണ്ട്. അയ്യേ എന്നാണ് പറയാൻ തോന്നിയത്. 2ാം ക്ലാസ്സുകാരൻ പടം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നന്നാവും. അയ്യേ ചിരിയാണ് വന്നത് ആ കൊച്ചു കിണറ്റിച്ചാടിനെ കണ്ടിട്ട്. എന്നിട്ട് സൈഡിൽ വെണ്ടയ്ക്ക വലിപ്പം CGI. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആണ്. ഏത് പൊട്ടന്മാര് വിശ്വസിക്കാനാണ്? കണ്ണ് കാണാത്തവർ പോലും വിശ്വസിക്കില്ല. പിന്നെ അറിയാലോ മറ്റേ കുഞ്ചാക്കോ ബോബന്റെ ഒരു പടമുണ്ട്, പകലും പാതിരാവും. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മറ്റേ രജീഷ വില്ലത്തിയായിട്ട് വരുന്ന പടം. ആ പടം എങ്ങനെയാ വെച്ചാൽ പടത്തിൽ സ്ലോ മോഷൻ അല്ല, 2 മണിക്കൂർ പടം ഫുൾ സ്ലോ മോഷൻ. അതേ അവസ്ഥയാണ് ഇത്. ഇതിൽ മറ്റേ പ്രസാദ് റാവു കൊട ഉയർത്തിയ സ്ലോ മോഷൻ, തിന്ന സ്ലോ മോഷൻ, തൂരിയ സ്ലോ മോഷൻ, നിവർന്ന സ്ലോ മോഷൻ, കുനിഞ്ഞ സ്ലോ മോഷൻ. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 20 മിനിറ്റ് 25 മിനിറ്റേ ഉള്ളൂ. പിന്നെ കണ്ടു തീർക്കാം. ഈ സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡ് 4ാമത്തെ എപ്പിസോഡ് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഇതിലത്തെ വില്ലത്തി അല്ലെങ്കിൽ വില്ലൻ ആരാന്ന് 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഞാൻ പറഞ്ഞത് ചിന്താമണി കൊലക്കേസ് ആ പരിപാടി. ചിന്താമണി കൊലക്കേസ് 144P എന്നൊക്കെ പറഞ്ഞ ചിന്താമണി കൊലക്കേസിന് കണക്കാണ്. അതാണ് സംഭവം. അച്ഛൻ മകൾ ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞു പോകുന്ന ഒരു സീരീസ് ആണ് ഡോട്ടർ ഓഫ് പ്രസാദ് റാവു. ഇത് അവിഞ്ഞ ഭാസമാണ്. അതായത് മകളെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ, വീടിന്റെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ മകള് വഴിപഴച്ചു പോകുന്നു വിശ്വസിക്കുന്ന ഒരു തന്തപ്പടി. മകൾക്ക് ഹൈദരാബാദ് ജോലി കിട്ടിയപ്പോ മനസ്സോടെ അങ്ങോട്ട് പറഞ്ഞയക്കും. പെട്ടെന്ന് ഒരു ദിവസം കൊച്ചിനെ കാണാനില്ല. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ ഓർമ്മ വന്നതാണ് ഈ മറ്റേ ചിന്താമണി കൊലക്കേസ് തിലകൻ ഭാവന. അതേ സാധനം അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. വില്ലത്തി അതന്നെയാണ്. സോ ഈ സീരീസ് കാണാത്തവരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഈ സ്പോയിലർ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. വില്ലത്തി ആരാണ് നമുക്ക് അപ്പൊ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ആ സ്ത്രീയുടെ അവിഞ്ഞ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഉറപ്പിക്കാം. യൂഷ്വലി കില്ലിങ്സിന് പറയുന്ന മോട്ടീവ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സങ്കടമൊക്കെ തോന്നും. ആദ്യമായിട്ടാണ് ഒരു മോട്ടീവ് കേട്ട് ഞാൻ ചിരിച്ചത്. അയ്യേ. പിന്നെ ട്വിസ്റ്റുക്ക് മേലെ ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് ടു മീ പേഴ്സണലി ദിസ് ഇസ് എ ബിലോ ആവറേജ് സീരീസ്. സോ സീരിയലൊക്കെ കാണുന്നവരാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ കണ്ടു നോക്കാം. എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ട്രൈ ഇറ്റ് ഔട്ട്.